കാർ നമുക്ക് ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കാം അല്ലേ? അങ്കമാലിയില് കാർ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടി ഫുൾ ഓപ്ഷൻ ആക്കി അവർ തരും. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് പൈസയും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുന്നത്? ഓക്കെ, നമ്മുടെ പഴയ വണ്ടി അവിടെ തന്നെയല്ലേ കൊടുത്തിരുന്നത്? ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ നോക്കാം. ഹായ്, വെൽക്കം ടു കാർ ബ്യൂട്ടി ഷോപ്പ് അങ്കമാലി. ഹായ്, വെൽക്കം. ഞാൻ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ അത് ബേസ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് എന്തൊക്കെ സർവീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. സാർ, ബേസ് മോഡൽ വണ്ടിയിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആക്കി മാറ്റാനുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വണ്ടിക്കകത്ത് ഇപ്പോൾ സ്റ്റീരിയോ ഇല്ല, അല്ലെങ്കിൽ ഒരു ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോസ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയും. ഈ സ്റ്റീരിയോയിൽ നമുക്ക് 360 ഡിഗ്രി ക്യാം ഫിറ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി ക്യാം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ 4 ക്യാമറാസ് ഉണ്ടാവും, ഫ്രണ്ടും ബാക്കും. അതുപോലെ സൈഡ് മിററിന്റെ ക്യാമറ ഉണ്ടാവും. അത് റെക്കോർഡിംഗ് ഓപ്ഷനോടെ കിട്ടുന്നതാണ് നമുക്ക്. വണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡൻസ് റോഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ കാര്യം കൂടി റെക്കോർഡായി കിടക്കുന്ന രീതിയിലുള്ള ക്യാമറയാണ് 360 ക്യാമറ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ആയിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫിറ്റ്മെന്റ് ആയിട്ട് വരും. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് വളരെ കംഫർട്ട് ആയിരിക്കും. ഇപ്പോൾ എസ്പെഷ്യൽ ലേഡീസ് ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ശരിക്കും ബേർഡ് ഐ വ്യൂ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മേളിൽ നോക്കിയാൽ എന്താണോ കാണുന്നത് ആ ഒരു ഓപ്ഷനിലായിരിക്കും നമുക്ക് വണ്ടിക്കകത്തിരുന്ന് കാണാൻ പറ്റുക. പിന്നെ അതുകൂടാതെ നമ്മുടെ സർവീസാണ് PPF എന്ന് പറയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസാണ് വരുന്നത്. PPF മീൻസ് പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിമാണ്. ഈ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം നമ്മുടെ വണ്ടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എന്നും ഗ്ലോസി ആയിട്ട് നിൽക്കും. പിന്നെ വണ്ടിയിൽ നമ്മുടെ ഈ ചെറിയ തരത്തിലുള്ള സ്ക്രാച്ചസ്, അതുപോലുള്ള ഈ സ്റ്റോൺ ഹിറ്റ്സ്, ഇതൊന്നും നമ്മുടെ വണ്ടിക്ക് അഫക്റ്റ് ചെയ്യില്ല. പുതിയ വണ്ടിക്ക് നമ്മൾ സഡനായിട്ട് ചെയ്യണമെന്നുണ്ടോ? PPF ചെയ്യുന്ന ഏറ്റവും വണ്ടി എടുത്ത് ഉടനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. വണ്ടിയുടെ ഏറ്റവും നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ സർവീസോ അതിന്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും PPF ചെയ്ത വണ്ടികൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് പറ്റിയ പോർഷൻ മാത്രം കംപ്ലൈന്റ് വരാണെങ്കിൽ നമുക്ക് ആ പോർഷൻ മാത്രം റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നം ഉണ്ടാവില്ല. അത് സർവീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കെന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ സാർ, വണ്ടി ഡ്രോപ്പ് ചെയ്തോളൂ, വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ ബേസിക്കലി വരുന്ന നമുക്ക് അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈലൻസർ കോട്ടിംഗ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ടെഫ്ലോൺ കോട്ടിംഗ് അല്ലെങ്കിൽ ഗ്രാഫൈൻ സെറാമിക് കോട്ടിംഗ് പോലുള്ള കോട്ടിംഗ് സർവീസസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ വണ്ടിക്കകത്തുള്ള ഫ്ലോർ മാറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്ലോർ മാറ്റ്സ് 3D, 5D, 7D മോഡലുള്ള എല്ലാ ഫ്ലോർ മാറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അതും ഓരോ വെഹിക്കിൾ സ്പെസിഫിക് ആയിരിക്കും. കസ്റ്റമേഡ് ഫ്ലോർ മാറ്റ്സ് ആയിരിക്കും നമ്മൾ സപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ വണ്ടിക്കകത്ത് സീറ്റ് കവേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ, ഇഷ്ടപ്പെട്ട ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ എയർ ബാഗ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ എയർ ബാഗിൻ്റെ ഓപ്ഷനുള്ള സീറ്റ് കവേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റിയറിംഗ് കവേഴ്സ് അവൈലബിൾ ആണ്. ഈ ഹെഡ് ലാമ്പിൻ്റെ ബൾബ്സ് എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഹെഡ് ലാമ്പ് ബൾബ്സ് ഒക്കെ പവർ കൂടി LED ബൾബുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളിച്ചത്തിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വണ്ടിക്ക് ആവശ്യമായുള്ള എല്ലാ ആക്സസറീസും, എക്സ്ട്രാ ഫിറ്റ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും.